بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. നമ്മിൽ നിന്നും മൺമറഞ്ഞവരുടെ ഖബറിടം അള്ളാഹു സ്വർഗീയമായ ആരാമങ്ങളാക്കി അനുഗ്രഹിക്കട്ടെ. ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. എല്ലാവർക്കും എപ്പോഴുമുള്ള ഒരു പരാതിയാണ്, ഏതെല്ലാം മേഖലകളിൽ എത്തിപ്പെടുന്നുവോ അവിടെയൊക്കെ പരാജയമാണ്. നശ്വരമായ ലോകത്തിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് പരാതി പറയുന്ന നാം ഓരോരുത്തരും നാളെയുടെ ശാശ്വത വിജയത്തിന് വേണ്ടി എന്ത് കരുതി എന്ന ഒരു ഓർമ്മ പോലും ഇല്ലാതെയാണ് പറയുന്നത് എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും വലിയ വിജയം അവസാന വിജയമാണ്. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് പരിശുദ്ധ ഖുർആൻ, വൽ ആഖിബത്തു ലിത്തഖ്വ എന്നും കാണാം. അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവർക്ക് അവസാനത്തെ വിജയം ഉള്ളത്. സർവശക്തനായ അള്ളാഹു ആ അവസാനത്തെ വിജയത്തിലേക്ക് നമ്മെ എത്തിച്ചു തരട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ സ്വർഗത്തിന്റെ അമല് ചെയ്യും. സ്വർഗത്തിന്റെ അമല് അവനെ കൊണ്ടുപോയി എത്തിക്കുന്നത് സ്വർഗത്തോളം അടുപ്പിച്ചു നിർത്തും. ഏകദേശം ഒരു ചാൺ, ഒരു മുഴം അകലെ അവൻ സ്വർഗത്തോട് അടുത്ത് നിൽക്കാണ്. അത്രയും കൂടെ അവിടെ കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിലേക്ക് എത്തി. ഒരു ചാൺ അല്ലെങ്കിൽ ഒരു മുഴം. പെട്ടെന്ന് അവൻ നരകത്തിന്റെ അമല് ചെയ്യും. അങ്ങനെ അവന്റെ അവസാനം മോശമായി അവൻ നരകത്തിൽ പോകുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവസാനം നമുക്ക് നന്നാക്കി തരട്ടെ. പിന്നെ പറഞ്ഞു മറ്റൊരാളെ കുറിച്ച്, അയാൾ നരകത്തിന്റെ അമലുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇപ്പോൾ അയാൾ നരകത്തോട് അടുത്ത് നിൽക്കുക, ഒരു ചാൺ അല്ലെങ്കിൽ ഒരു മുഴം തൊട്ടടുത്ത് നിൽക്കുക നരകത്തോട്. അപ്പോഴാണ് അള്ളാഹു അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുത്തത്. അവിടുന്ന് അയാൾ നന്നായി, അയാൾ സ്വർഗത്തിന്റെ അമല് ചെയ്തു. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി അയാൾ മരിച്ചു. അയാൾ സ്വർഗത്തിലെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനം നന്നാവാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഏത് വിജയത്തിന്റെയും പിന്നിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ഒരു ഇടപെടലുണ്ട്. നാളത്തേക്കുള്ള ശാശ്വതമായ വിജയത്തിന് വേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് മഹാന്മാരായ തസവുഫിന്റെ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തിയിട്ടുള്ള ചില കാര്യങ്ങൾ സൂചിപ്പിക്കലാണ് ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർവശക്തനായ അള്ളാഹു ഈ പറയുന്ന അറിവ് നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു ഉപകാരമാക്കി തന്നനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ശരീരങ്ങൾ തെറ്റുകുറ്റങ്ങളിലേക്ക് നമ്മെ നിർബന്ധിക്കുന്ന ശരീരമാണ്. ആ അവസ്ഥയിലൂടെ നമുക്ക് ധാരാളം പിഴവുകൾ സംഭവിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശരീരം പണയവസ്തുവാണ്. എവിടെ പണയം വെച്ചിരിക്കുന്നു? നരകത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ ചില അവസ്ഥകളുണ്ട്. ഖുർആൻ ഇത്തരം കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന കുറച്ച് ആയത്തുകൾ സൂറത്തുൽ മുദ്ദസിറിൽ നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് ആദ്യം അതൊന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل نفس بما كسبت رهينة إلا أصحاب اليمين في جنات يتساءلون عن المجرمين ما سلككم في سقر قالوا لم نك من المصلين ولم نك نطعم المسكين وكنا نخوض مع الخائضين وكنا نكذب بيوم الدين حتى أتانا اليقين فما تنفعهم شفاعة الشافعين. സൂറത്തുൽ മുദ്ദസിർ. അള്ളാഹു പറയുന്നു, എല്ലാ ശരീരവും അത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് പണയമാണ്.
നമ്മൾ ചെയ്യുന്നത് സ്വർഗത്തിന്റെ പ്രവർത്തനമാണ് എങ്കിൽ, നല്ല പ്രവർത്തനങ്ങളാണെങ്കിൽ നമ്മുടെ ശരീരം സ്വർഗത്തിന് പണയമാണ്. നമ്മൾ ചെയ്യുന്നത് മോശമായ പ്രവർത്തനമാണെങ്കിൽ നമ്മുടെ ശരീരം നരകത്തിന് പണയമാണ്. നരകത്തിന്റെ പണയ വസ്തുക്കളായ ശരീരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ആയത്തുള്ളത്. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. ഓരോ പ്രവർത്തനങ്ങളും നരകത്തിന്റെ പണയമാക്കി വെക്കുകയാണ് ശരീരത്തെ. ഇല്ലാ അസ്ഹാബൽ യമീൻ, വലത്തെ കയ്യിൽ കിതാബ് കിട്ടുന്ന യോഗ്യതയിലുള്ള മഹാന്മാരൊഴിച്ച് അവരുടെ ശരീരം നരകത്തിന്റെ പണയ വസ്തുവല്ല. അവരുടെ ശരീരം ഫീ ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ, അവിരാമം അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിന്റെ അനുഗ്രഹീതമായ തോട്ടങ്ങളിലാണ് ആ മഹത്തുക്കളുടെ ശരീരമുള്ളത്. അള്ളാഹുവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ, എവിടെ? സ്വർഗത്തിൽ സത്യവിശ്വാസികൾ എത്തിക്കഴിഞ്ഞാൽ അവർ പരസ്പരം അന്വേഷിക്കും, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ദുനിയാവിൽ വെച്ച് കുറ്റകൃത്യങ്ങൾ ചെയ്ത് നടന്ന ആളില്ലേ, അയാളെ കണ്ടോ? അയാളെ പറ്റി ചോദിക്കും. അപ്പോൾ പറയും, ഞങ്ങൾ കണ്ടില്ല. വിശാല വിസ്തൃതമായ സ്വർഗത്തിന്റെ അകത്തളത്തിൽ ആ മനുഷ്യനെ ഞങ്ങൾ കണ്ടതേയില്ല. കുറ്റകൃത്യം ചെയ്ത് തങ്ങളുടെ കൺമുന്നിലൂടെ നടന്ന തെമ്മാടികളെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ, അവർ നരകത്തിലുണ്ടെന്ന വിവരം കിട്ടുമ്പോൾ, നരകാവകാശികളായ അവരെ സ്വർഗത്തിൽ നിന്നും ഈ മഹാന്മാര് കാണാണ്. ദുനിയാവിൽ വെച്ച് നിങ്ങളെ ഞങ്ങൾ കണ്ടതാണല്ലോ, പരിചയപ്പെട്ടതാണല്ലോ. ഞങ്ങൾ സ്വർഗത്തിലും നിങ്ങൾ നരകത്തിലും. മാ സലകകും ഫീ സഖർ, എന്താ നിങ്ങൾ നരകത്തിലേക്ക് പോവാൻ കാരണം? അവര് പറയും, ഖാലു ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കാറില്ലായിരുന്നു. അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. ഞങ്ങൾ നിസ്കരിക്കാറില്ല, അത് തന്നെയാണ് ഒന്നാമത്തെ കാരണം. നിസ്കാരം അല്ലാഹുവിന്റെ സഹായമാണെന്ന് പരിശുദ്ധ ഖുർആൻ. വസ്തഈനൂ ബിസ്സബ്രി വസ്സലാ, അള്ളാഹുവിന്റെ സഹായം ഏത് കാര്യത്തിന്റെ വിജയത്തിനും, അത് ദുനിയാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, ഏത് കാര്യത്തിന്റെ വിജയത്തിനും നിസ്കാരം സഹായാണ്. ആ നിസ്കാരം ഞങ്ങൾക്ക് ഉണ്ടായില്ല. അതുകൊണ്ടാണ് ആഖിറത്തിന്റെ വിജയത്തിലേക്ക് ഞങ്ങൾക്ക് ഇവിടെ പിഴവ് പറ്റിയത്. മാത്രവുമല്ല, ഞങ്ങൾ സൽക്കർമ്മങ്ങളിൽ പ്രധാന സൽക്കർമ്മമായ മിസ്കീന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് ഞങ്ങൾ എതിരായിരുന്നു. വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, ഞങ്ങൾ മറ്റുള്ളവന്റെ പോരായ്മ തേടിപ്പോകുന്ന ആളുകളുടെ കൂടെ കൂടി ഞങ്ങളും അതിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ മുന്നിൽ വിചാരണ ചെയ്യുന്ന ദിവസത്തെ ഞങ്ങളുടെ മനസ്സ് അംഗീകരിച്ചിരുന്നില്ല. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുന്ന ദിവസത്തെ ഞങ്ങളുടെ മനസ്സ് ഉൾക്കൊണ്ടിരുന്നില്ല. ഹത്താ താനൽ യഖീൻ, ഏറ്റവും വലിയ യാഥാർത്ഥ്യം മരണം ഞങ്ങളുടെ മുന്നിൽ വരുന്നവരെ, മരണം എന്ന യാഥാർത്ഥ്യം ഞങ്ങളുടെ മുന്നിൽ വരുന്നത് വരെ ഞങ്ങൾ ഒന്നിനെയും അംഗീകരിച്ചിരുന്നില്ല. മഹ്ശർ അംഗീകരിച്ചിട്ടില്ല, ഞങ്ങളുടെ മനസ്സ് ഖബറിനെ ഉൾക്കൊണ്ടിട്ടില്ല. ഇസ്രായേൽ വരുന്നത് വരെ ഞങ്ങൾ ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഈ പറയുന്നത് ഖുർആൻ വിജയത്തെയും പരാജയത്തെയുമാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ഖുർആൻ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു ഭാവി ലോകത്ത് വരാനുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഈ അർത്ഥത്തിൽ വിജയങ്ങളും പരാജയങ്ങളും നമ്മുടെ മുന്നിലൂടെ ഇങ്ങനെ പോകുമ്പോ മഹാന്മാര് പ്രത്യേകം എടുത്തു പറഞ്ഞു. മഹാന്മാര് പറഞ്ഞു, ഇഅ്ലം അന്ന അലാമത്തസ് സഅദതി 11 ഖസ്ലാ, ഒരു വിജയത്തിന്റെ അടയാളം 11 നമുക്ക് എണ്ണാൻ കഴിയും. യഥാർത്ഥ വിജയത്തിന് 11 അടയാളങ്ങളുണ്ട്. ആ 11 അടയാളം നമ്മുടെ ജീവിതത്തിന്റെ ശീലമാവട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 11 അടയാളമുണ്ട്. ഒരാൾ വിജയിക്കുമെന്നതിന് 11 അടയാളമുണ്ട്. ജീവിതത്തിന്റെ സർവ്വ കാര്യങ്ങളിലും ഒരാൾ വിജയിക്കുമെങ്കിൽ അയാളിൽ 11 അടയാളം കാണാൻ കഴിയും. ഒന്നാമത്തേത് കേട്ടോ, അയ്യകൂന സാഹിദൻ ഫിദ്ദുനിയ വറാഗിബൻ ഫിൽ ആഖിറ,
ദുനിയാവിന്റെ കാര്യത്തിൽ ഒരുപാട് ആർത്തിയില്ല. ദുനിയാവിന്റെ കാര്യത്തിൽ ചിലതൊക്കെ വിട്ടുവീഴ്ച ചെയ്തങ്ങനെ ഒഴിവാക്കി സാഹിദായി നടക്കാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം ആഖിറത്തിലേക്ക് കൂടുതൽ ആഗ്രഹിക്കുന്നു. ഈ അടയാളമുണ്ടോ അവന് സർവ്വ വിജയമുണ്ടെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ദുനിയാവിന്റെ വിഷയത്തില് വല്ലാത്ത ആക്രാന്തമില്ല, ആഗ്രഹം വല്ലാതെ ഇല്ല. ആഖിറത്തിന്റെ വിഷയത്തിലോ എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ മറ്റുള്ളവന്റെ മുന്നിൽ ചെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ദുനിയാവിന്റെ കാര്യം. ദുനിയാവിന്റെ കാര്യമാണ്. ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി ആരെല്ലാം ആവശ്യപ്പെടാറുണ്ടോ? ആഖിറത്തിന്റെ കാര്യത്തിന് വേണ്ടി ആവശ്യപ്പെടൽ കുറവാണ്, ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബിനോട് ഒരു സ്വഹാബി ചോദിച്ചു. ഇമാം ത്വബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ കാണാം ഹദീസ് عن سهل بن سعد الساعدي رضي الله عنه أنه قال رجل يا رسول الله دلني على عمل إذا أنا عملته നബിയെ, ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടാവാൻ അതിന് പറ്റിയ ഒരു അമലുണ്ടെങ്കിൽ പറഞ്ഞതാ നബിയെ. ആളുകൾക്കൊക്കെ എന്നോട് വലിയ ഇഷ്ടം ഉണ്ടാവണം, ജനങ്ങൾക്ക് എന്നോട് ഇഷ്ടം ഉണ്ടാവണം. അതിന് ഞാനൊരു അമല് ചെയ്താൽ ആ ഇഷ്ടമൊക്കെ ജനങ്ങളുടേത് എനിക്ക് കിട്ടുമെങ്കിൽ എനിക്കൊരു അമല് പറഞ്ഞു തരൂ. വല്ലാത്തൊരു ചോദ്യമാണത്. റസൂലുള്ളാഹി ഈ ചോദ്യത്തിന് അപ്പുറം കടക്കുന്ന മറുപടിയാണ് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എടോ, ജനങ്ങൾ മാത്രമല്ല നിന്നെ ഇഷ്ടപ്പെടാ, ജനങ്ങളും ഇഷ്ടപ്പെടും, അല്ലാഹുവും ഇഷ്ടപ്പെടുന്ന ഒരു അമലുണ്ട്, ഞാൻ പറഞ്ഞു തരാമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു. ഈ ഹദീസ് എവിടെയുണ്ട്? ഇമാം ത്വബറാനിയുടെ മുഅ്ജമുൽ കബീറിൽ ഈ ഹദീസ് കാണാം. പുന്നാര നബി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ഇസ്ഹദ് ഫിദ് ദുനിയാ യുഹിബ്ബക്കല്ലാഹ്. ഈ ദുനിയാവിന്റെ കാര്യത്തിൽ നിനക്ക് ചിലതൊന്നും വേണ്ടാന്ന് വെക്കാൻ നീ തീരുമാനിച്ചാൽ, ദുനിയാവിന്റെ ആഡംബരങ്ങളോടൊരകലം പാലിച്ചാൽ അള്ളാഹു നിന്നെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും മോനെ. ജനങ്ങളുടെ ഇഷ്ടം മതി നബിയെ എന്ന് പറഞ്ഞു വന്ന മനുഷ്യനോട് ജനങ്ങളുടെ ഇഷ്ടവും കിട്ടും, അള്ളാഹുവിന്റെ ഇഷ്ടവും കിട്ടും. ഇങ്ങനെ ചെയ്താൽ മതി. ദുനിയാവിന്റെ കാര്യത്തിൽ നീ വല്ലാതെ മോഹിക്കാതിരുന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടം കിട്ടും നിനക്ക്. ചോദ്യത്തിനേക്കാൾ കൂടുതലാണ് മറുപടി കൊടുക്കുന്നത്. നീ ഇനി ചോദിച്ച ചോദ്യം എന്താ? ജനങ്ങളുടെ ഇഷ്ടം. അതിനുള്ള മറുപടി എന്തെന്നറിയുമോ? ആളുകളുടെ കയ്യിലുള്ള മുതൽ നീ ആഗ്രഹിക്കാതിരിക്ക, അത് ചോദിച്ചങ്ങോട്ട് ചെല്ലാതിരിക്ക, എന്നാ ജനങ്ങൾക്ക് നിന്നോട് വലിയ ഇഷ്ടമായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനാ ഞാനിത് പറഞ്ഞത്? ഒരു മനുഷ്യനിൽ വിജയത്തിന്റെ അടയാളം ഒന്നാമത്തേത് മഹാന്മാർ പറഞ്ഞത്, ദുനിയാവിന്റെ കാര്യത്തിൽ അയാൾ ചിലതൊക്കെ വേണ്ടാന്ന് വെക്കുന്ന സ്വഭാവക്കാരനും ആഖിറത്തിന്റെ കാര്യത്തിൽ വല്ലാത്ത ആഗ്രഹമുള്ള മനുഷ്യനുമായിരിക്കും. അല്ലാഹുവേ, ഈ സ്വഭാവം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ, ഈ സ്വഭാവം നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഹാന്മാരായ നമ്മുടെ ആലിമീങ്ങളുടെ വേഷവും രൂപമൊക്കെ നമുക്ക് ഓർമ്മ വരുന്നത് അവിടെയാ. മഹാനായ ശൈഖുന കാളമ്പാടി ഉസ്താദിന്റെ ഒക്കെ ജീവിതം 2 കൊല്ലം നിരന്തരം നിരീക്ഷിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. അവരുടെയൊക്കെ ജീവിതത്തിൽ എത്രയായിരുന്നു ദുനിയാവിനോടുള്ള അകലം, ആഖിറത്തിനോടുള്ള അടുപ്പം എത്രയായിരുന്നു. മഹാന്മാര് പഠിപ്പിക്കുന്നു, ഒരാളുടെ വിജയത്തിന്റെ 11 അടയാളങ്ങളിൽ രണ്ടാമത്തെ അടയാളം വസാനിയത്തു അൻ തകൂന ഹിമ്മത്തുഹു ഫിൽ ഇബാദത്തി വത്തിലാവത്തിൽ ഖുർആൻ. ഒരാളുടെ മനസ്സിന്റെ ആഗ്രഹം മുഴുവൻ, അവന്റെ പരിശ്രമം മുഴുവൻ, അവന്റെ ഉദ്ദേശം മുഴുവൻ, അവന്റെ എല്ലാ ആഗ്രഹങ്ങളും പരിശ്രമങ്ങളും ചെന്നു ചേരുന്നത് പടച്ചോനെ ഇബാദത്ത് ചെയ്യാനും അല്ലാഹുവേ ഖുർആൻ ഓതിയല്ലോ എന്ന വിചാരത്തിലുമായിരിക്കും. ഖുർആൻ ഓതുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യവും മറ്റെല്ലാ ഇബാദത്തുകളുടെ വിഷയത്തിലും ഒരു ആഗ്രഹം ഉള്ളതിനോട് കൂടെ തന്നെ ഖുർആൻ ഓതുന്നതിനോട് ഒരു പ്രത്യേക താല്പര്യം. ഇബാദത്ത് ചെയ്ത് നിസ്കരിച്ച് കാലിൽ നീര് തളം കെട്ടിയ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ വിജയിയല്ലേ? ആ വിജയിയുടെ ജീവിതത്തിലുള്ള ഈ അടയാളം നമുക്ക് പാഠമല്ലേ? രണ്ടാമത്തെ അടയാളം ഇബാദത്തുകളോട് ആഗ്രഹം ഉണ്ടാവും, അതോടൊപ്പം ഖുർആൻ ഓതുന്നതിന് പ്രത്യേക ആഗ്രഹമുണ്ട്. ഇങ്ങനെ ഒരു ലക്ഷണം നിങ്ങളിൽ ഉണ്ടെങ്കിൽ വിജയം ഉണ്ടാവും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ സഖ മഅറൂഫും മിനൽ ഫജ്രി സാതിഉ
أرانا الهدى بعد العمى فقلوبنا به موقنات أن ما قال واقع يبيت يجافي جنبه عن فراشه إذا استثقلت بالمشركين المضاجع. പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികൾ പ്രകീർത്തിക്കുന്ന ഒരു സദസ്സിന്റെ ഉള്ളടക്കം ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ രേഖപ്പെടുത്തുന്നുണ്ട് റളിയല്ലാഹു അൻഹു. സ്വഹാബികൾ ഇങ്ങനെ വർണ്ണിക്കുന്ന കൂട്ടത്തിൽ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹുവ യഖ്സു വയദ്കുറു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുന്നാര നബി തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്ത് അവിടുത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അവിടുത്തെ പുകഴ്ത്തി പാടുകയും പറയുകയും ചെയ്യുന്ന സദസ് എവിടെയുണ്ട്? ഈ ഹദീസ് ഇമാം ബുഖാരിയുടെ സ്വഹീഹിലുണ്ട്. ആരാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത്? അന്നൽ ഹൈസം ഇബ്നു അബീ സിനാൻ റളിയല്ലാഹു അൻഹു മഹാനവറുകളാണ് പറയുന്നത്. ഹൈസം എന്ന് പറയുന്ന മഹാനായ സ്വഹാബിയാണ് പറയുന്നത്. ഹൈസം ചെറിയ ആളല്ല. ഹൈസം റളിയല്ലാഹു അൻഹു ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. എന്താ പറയുന്നത്? പുന്നാര നബി തങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സ്വഹാബത്ത് അവിടുത്തെ വർണ്ണിക്കുന്ന ഒരു സദസ് ഉണ്ടായിരുന്നു. സദസ്സിലെ പുന്നാര നബി തങ്ങൾ ഇങ്ങനെ സ്വഹാബത്ത് വർണ്ണിച്ചു കൊണ്ടിരിക്കുമ്പോൾ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഊഴത്തിലാണ് ഇപ്പോൾ സദസ്സ് നിശബ്ദമായിരിക്കുന്നത്. എല്ലാവരും ആ നാവിൻ തുമ്പിൽ നിന്നും മടർന്നു വീഴുന്ന അനർഘമായ വാക്കുകളിലേക്ക് നിർഗളിച്ചു പോരുന്ന വലിയ പ്രവാചക പ്രേമത്തിന്റെ പ്രവാഹത്തിലേക്ക് ലയിച്ചിരിക്കുമ്പോൾ അബൂ ഹുറൈറ തങ്ങള് റളിയല്ലാഹു അൻഹു മറ്റൊരു സ്വഹാബിയുടെ വാക്കിനെ കടമെടുത്തുകൊണ്ട് തന്റെ പ്രഭാഷണത്തിലേക്ക് കൂട്ടു ചെയ്യുന്നു. ഏത് സ്വഹാബി? മഹാനവറുകൾ പറയാൻ തുടങ്ങി, ഇന്ന അഖാകും ലാ യഖൂലു റഫസ് യഅനി ബിഹി അബ്ദുല്ലാഹി ഇബ്നു റവാഹ. നമ്മുടെ പ്രിയ സഹോദരൻ അബ്ദുല്ലാഹി ഇബ്നു റവാഹത്ത് പറഞ്ഞത് വെറുതെയായില്ല. അബ്ദുല്ലാഹി ഇബ്നു റവാഹ മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ മുസൈലിമത്തുൽ കദ്ദാബിനോട് പടപൊരുതാൻ പോയി. അള്ളാഹുവിന്റെ ഹബീബ് കയ്യിലേക്ക് കൊടുത്ത കൊടിയുണ്ടല്ലോ, ആ ഇസ്ലാമിന്റെ പതാക താഴെ വീഴാതെ കടിച്ചു പിടിച്ചുകൊണ്ട് മരണം വരെ പോരാടി രണ്ട് കരങ്ങളും അറ്റുപോകുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പതാക മണ്ണ് പുരളാതെ കടിച്ചു പിടിച്ച് കഴുത്തുയർത്തി പിടിച്ച അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അള്ളാഹുവിന്റെ ഹബീബിനെ പ്രകീർത്തിച്ച് പാടിയ വാക്കുകൾ എനിക്ക് ഓർമ്മ വരുന്നു. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു വെറും വാക്ക് പാടിയതല്ല. ഏതാണ് നബിയെ കുറിച്ച് അന്ന് പ്രകീർത്തിച്ച് മഹാൻ പാടിയ വാക്കെന്നറിയുമോ? വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദാ ശഖ മഅറൂഫു മിനൽ ഫജ്രി സാതിഉ. ഉശസിന്റെ ഉദയ നേരത്ത്, തഹജ്ജുദിന്റെ നേരത്ത് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന പതിവ് അവിടത്തേക്കുണ്ടായിരുന്നു. അത്രേ സ്വഹാബികൾ ഇങ്ങനെ പ്രകീർത്തിക്കാം. ആ പ്രകീർത്തനത്തിന്റെ ഏറ്റവും വലിയ അന്തസത്ത എന്താ? ഒറ്റയ്ക്കിരുന്ന് ഖുർആൻ പാരായണം ചെയ്യുന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആനായിരുന്ന ജീവിതത്തിന്റെ വിജയം. ഖുർആൻ ജീവിതത്തിന്റെ വിജയമാവണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇസ്ലാമിക ചരിത്രത്തിലെവിടെയും ഈ പാരായണമാണ് ഒരു മനുഷ്യന്റെ വിജയത്തിലേക്ക് അയാളെ വഴി നടത്തിയത്. എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നിരുന്നു മഹാനായ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങള്. അള്ളാഹു അവിടുത്തെ ദറജയേറ്റി കൊടുക്കട്ടെ. എപ്പോഴും കയ്യിൽ കൊണ്ട് നടന്നിരുന്നു മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കൾ. എപ്പോഴും ചുണ്ടിലുണ്ടായിരുന്നു പരിശുദ്ധ ഖുർആൻ. عن عمر بن الخطاب رضي الله عنه قال رسول الله صلى الله عليه وسلم. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാലോ, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതായി, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ വയളഉ ബിഹി ആഖരീൻ. ഈ പരിശുദ്ധ ഗ്രന്ഥം കൊണ്ട് അല്ലാഹു ഒരു വിഭാഗത്തെ സമൂഹത്തിന്റെ ഉന്നതമായ സോപാനങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ ഗ്രന്ഥം കൊണ്ട് അല്ലാഹു താഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. വിജയം എല്ലായിടത്തും ഇങ്ങനെയായിരുന്നു. ഗ്ലാഡ്സ്റ്റോൺ പ്രഖ്യാപിച്ചു 1888
ബ്രിട്ടീഷ് പാർലമെന്റിന്റെ അധോസഭയിൽ വെച്ച് ഈ ഗ്രന്ഥം നശിപ്പിക്കാനാണ് പറഞ്ഞത്. കാരണം ഈ ഗ്രന്ഥം മൗനമായി മനസ്സിനെ കീഴടക്കുന്നു. ഇതിന്റെ പാരായണം മനക്കരുത്ത് നൽകുന്നു. ഇത് പാരായണം ചെയ്യുന്നവന്റെ മനസ്സിന് വല്ലാത്ത ദൃഢതയാണ്, ചങ്കൂറ്റമാണ്, ചങ്കുറപ്പാണ്. അല്ലാത്ത മറ്റൊന്നിനെയും പേടിയില്ല. ഈ പാരായണം കൊണ്ടായിരുന്നു ബദറിന്റെ അകത്ത് സഹാബത്ത് വിജയിച്ചത്. വിജയത്തിന്റെ രണ്ടാമത്തെ അടയാളം, വിജയിയാണോ അവന്റെ ജീവിതത്തിൽ ഖുർആൻ പാരായണത്തോട് പ്രത്യേക താല്പര്യമുണ്ടാകും. മൂന്നാമത്തെ അടയാളം, അൻ യകൂന ഖലീലുൽ ഖൗലി ഫീമാ ലാ യഹ്താജു ഇലൈഹി. ആവശ്യമില്ലാത്തോടത്ത് വർത്താനം പറയൽ കുറവായിരിക്കും ഒരു വിജയി. വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളം ആവശ്യമില്ലാത്ത വർത്തമാനം പറയാത്ത സ്വഭാവമാണ് എങ്കിൽ വിജയത്തിന്റെ മൂന്നാമത്തെ അടയാളമാ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മൻ കസുറ കലാമുഹു കസുറ ദുനൂബുഹു വമൻ കസുറ ദുനൂബുഹു മാത ഖൽബുഹു വമൻ മാത ഖൽബുഹു ദഖലൻ നാറാ. ഹബീബ് പഠിപ്പിച്ചതെന്താ? ഒരുപാട് സംസാരിച്ചാൽ, കേൾക്കണം, ഒരുപാട് സംസാരിച്ചാൽ നമ്മൾ അറിയൂല നമ്മുടെ പാപങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പാപങ്ങൾ ഇങ്ങനെ കൂടി വന്നാൽ ഹൃദയം ചത്തുപോകും. എന്ന് പറഞ്ഞാൽ ഈമാനില്ലാത്ത അവസ്ഥ മനസ്സിന്റെ അകത്ത് വരും. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. ഈമാനില്ലാത്ത അവസ്ഥയിലുള്ള മനസ്സിന്റെ ഉടമകളുണ്ടല്ലോ, ദഖലന്നാറാ, അവർ നരകത്തിൽ കടന്നു കഴിഞ്ഞെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോൾ ആവശ്യമില്ലാത്ത വർത്തമാനം ഒഴിവാക്കും. ആവശ്യമില്ലാത്ത വർത്താനം പറയൂല. ഒരു വിജയം ഉറപ്പുള്ള മനുഷ്യന്റെ അടയാളാണത്. ആവശ്യമില്ലാത്ത വർത്താനം പറയൂല, ആവശ്യമില്ലാത്ത വർത്തമാനം പറയൂല. റബ്ബേ, ഞങ്ങളുടെ ആഖിറം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളുടെ നാവ് പോവല്ല തമ്പുരാനെ. അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അപ്പോ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയൂല. അങ്ങനെയാണ് ഇമാം തുർമുദിയുടെ ജാമിയിൽ കാണാം ഒരു ഹദീസ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നുണ്ട്, ഇത് ഓരോ പ്രഭാതത്തിലും നമ്മുടെ സർവ്വ അവയവങ്ങളും നാവിന്റെ മുന്നിലേക്ക് ചെല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓരോ പ്രഭാതത്തിലും നമ്മുടെ സർവ്വ അവയവങ്ങളും നാവിന്റെ മുന്നിൽ ചെല്ലും. എന്നിട്ട് പറയും, യാ ലിസാനു ഇത്തഖില്ലാഹ ഫീനാ. ആദം സന്തതിയുടെ ഓരോ പ്രഭാതത്തിലും സർവ്വ അവയവങ്ങളും നാവിന്റെ മുന്നിൽ ചെന്നിട്ട് പറയും, പടച്ചോനെ പേടിക്കണേ ഞങ്ങളുടെ കാര്യത്തില്. യാ ലിസാനു ഇത്തഖില്ലാഹ ഫീനാ ഫഇന്നാ നഹ്നു ബിക. ഞങ്ങളുടെ എല്ലാവരുടെയും കാര്യം നിന്നിലാണ് നാവേ. ഫൈൻ ഇസ്തഖംന, നീ നന്നായാൽ ഞങ്ങൾ നന്നായി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നാവിന്റെ മുന്നിൽ എല്ലാ അവയവവും വന്നിട്ട് പറയും, നീ നന്നായാൽ ഞങ്ങൾ നന്നായി. നീ ഒന്ന് പടച്ചോനെ പേടിക്കും, ഞങ്ങളുടെ കാര്യത്തിൽ പടച്ചോനെ പേടിക്കും. നീ മോശമായ ഞങ്ങൾ മോശമായി. ഹദീസിന്റെ ലഫ്ളുകളുടെ ക്രോഡീകരണം തന്നെ എത്ര മനോഹരമായിട്ടാണ്. ഓരോ പ്രഭാതത്തിലേക്കും എത്തിയാൽ ഓരോ പ്രഭാതം ഉണ്ടായാൽ മനുഷ്യ ആദം സന്തതിയുടെ സന്തതിയുടെ സർവ്വ അവയവങ്ങളും പ്രത്യേകമായ രൂപത്തിൽ കോലത്തിൽ നാവിന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി വിനയത്തോടെ അപേക്ഷിക്കും. അല്ലാതെ വെറുതെ പോയി പറയല്ലേ, ഇത്തഖില്ലാഹ ഫീനാ, പടച്ചോനെ പേടിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ. അങ്ങനെ നമ്മുടെ നാവിലൂടെ നമ്മുടെ വിജയം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. മഹാന്മാര് പഠിപ്പിക്കുന്ന, ഒരാൾക്ക് വിജയം ഉറപ്പുണ്ടെങ്കിൽ അയാളിൽ കാണുന്ന അടുത്ത അടയാളം, അയാൾ ആവശ്യമില്ലാത്ത വർത്താനൊന്നും പറയൂല. മൂന്നാമത്തെ അടയാളം അതാണ്. നാലാമത്തെ അടയാളം, അയ്യകൂന മുഹാഫിളൻ അലസ് സ്വലവാത്തിൽ ഖംസീൻ. നാലാമത്തെ അടയാളം, 5 വഖത്ത് നിസ്കാരത്തിന്റെ സമയത്തെ കൃത്യമായി അറിവോടുകൂടെ അതിനെ കൃത്യമായി പാലിച്ചു പോകുന്ന സ്വഭാവമായിരിക്കും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹബീബ് പഠിപ്പിച്ചല്ലോ,
5 വഖത്ത് നിസ്കാരം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ നാളെ ആഖിറത്തിൽ വിജയിച്ചു. അല്ലാഹുവേ തൗഫീഖ് നൽകണേ അല്ലാഹ്. വിജയത്തിന്റെ അടയാളം പറയുമ്പോൾ അതല്ലേ പറയണ്ടേ? 5 വഖത്ത് നിസ്കാരത്തിന്റെ റിസൾട്ട് നാളെ നല്ലതാണെങ്കിൽ അവൻ വിജയിച്ചു. ഇന്ന അവ്വലമാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു ഫഇൻ സലുഹത് ഫഖദ് അഫ്ലഹ വഅൻസഹ വഇൻ ഫസദത് ഫഖദ് ഖാബ വഖസിറ. ഇമാം തുർമുദി ജാമിഉൽ ധരിക്കുന്നുണ്ട് ഹദീസ് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരടിമയുടെ അമലുകളിൽ നിന്നും ആദ്യം വിചാരണ ചെയ്യുന്നത് മിൻ അമലിഹി സ്വലാത്തുഹു, അവന്റെ നിസ്കാരമാ. നിസ്കാരം വിജയിച്ചാൽ നന്നായിട്ടുണ്ടെങ്കിൽ അവന്റെ സർവ്വ അമലുകളും നന്നായി. വിജയത്തിന്റെ 11 അടയാളങ്ങളിൽ 4-മത്തേതാണ് നിസ്കാരമുണ്ടോ ദുനിയാവില്, നിന്റെ ദുനിയാവും വിജയിക്കും ആഖിറവും വിജയിക്കും. നല്ല അടയാളമാണ്. നേരത്തെ നമ്മൾ ഓതിവെച്ച ആയത്തിൽ സ്വർഗത്തിൽ നിന്നുകൊണ്ട് സ്വർഗാവകാശി നരകത്തിൽ കിടക്കുന്ന പഴയ പരിചയക്കാരനോട് ചോദിക്കൂലോ, നിനക്ക് എന്ത് പറ്റി? മാ സലകകും ഫീ സഖർ, എന്താ നീ നരകത്തിന്റെ കുഴിയിൽ വന്ന് വീഴാൻ കാരണം? അപ്പോൾ അവൻ പറയുന്ന ആദ്യത്തെ മറുപടി ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾക്ക് നിസ്കാരമുണ്ടായിട്ടില്ല. കുടുംബത്തിൽ പലർക്കും നിസ്കാരമില്ല, നിസ്കരിക്കാൻ വേണ്ടി ദ്വാരക്കാൻ അല്ലേ? അള്ളാഹു അവരൊക്കെ നന്നാക്കട്ടെ. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, നിസ്കാരമില്ലാതെ എന്ത് ചെയ്യാൻ? അള്ളാഹു ആദ്യം തന്നെ ചോദിക്കുന്ന കാര്യം അതല്ലേ? എപ്പോഴാ ഒരു ജീവിതത്തിൽ നിസ്കാരം ഒഴിവാവാൻ? 2 ഘട്ടത്തിലാ. ബുദ്ധിയുണ്ടോ? ബുദ്ധിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ നിനക്ക് നിസ്കാരം നിർബന്ധമല്ല. നീ ഭ്രാന്തനാണെങ്കിൽ, പ്രായപൂർത്തി ആയിട്ടില്ലെങ്കിൽ നിസ്കാരം നിർബന്ധമല്ല. നീ കുട്ടിയായതിന്റെ പേരിൽ ഈ 2 അവസ്ഥയല്ലാത്ത എല്ലാ അവസ്ഥയിലും നിസ്കാരം നിർബന്ധം. അപ്പൊ ഉസ്താദെ പനിയാണ്, നടുവേദനയാണ്, വീട് പാർക്കലാണ്, കല്യാണമാണ്, നിസ്കാരം നിർബന്ധമുണ്ടോ? ആ സമയത്ത് ഏറ്റവും കൂടുതൽ നിസ്കാരം കളയാവണത് അല്ലെ? ഒരു കല്യാണം അങ്ങോട്ട് വരലോടുകൂടെ എത്ര നിസ്കാരം കളയാവ? ഒന്നാലോചിച്ചു നോക്കണേ സഹോദരങ്ങളെ, സഹോദരിമാരെ. നമ്മൾ കാണുന്ന പല കാരണങ്ങളും അള്ളാഹുവിന്റെ മുന്നിൽ കാരണമല്ലെന്ന ബോധം നമുക്കില്ല. നമ്മൾ കാണുന്ന പല കാരണങ്ങളും ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിച്ചില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ നരകത്തിന്റെ കുഴിയിലെത്തിയതെന്ന് ഈ പരാജിതരായ ആളുകൾ വിളിച്ചു പറയുന്ന രംഗത്തെ ഖുർആൻ എത്ര മനോഹരമായ വർണ്ണിച്ചിരിക്കുന്നത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.